മക്കളെ ഒരു പുതിയ ചോദ്യം കിട്ടിയിട്ടുണ്ട്. 6 മാർക്ക് ചോദ്യങ്ങൾ പഠിപ്പിച്ചെന്നല്ലോ. മക്കളെ നോക്കിയാൽ ആദ്യം മുതൽ അവസാനം വരെ കാണാം. ഇന്ത്യൻ ഭരണഘടന അധികാര വിന്യാസത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്തായാലും ചോദിക്കാൻ പോകുന്ന ഒരു ഭാഗമാണ് ഇന്ത്യൻ ഫെഡറലിസം. നന്നായിട്ട് പഠിക്കുക. എന്താണ് ഇന്ത്യൻ ഫെഡറലിസം, എന്താണ് അതിന്റെ സവിശേഷത, ഈ 2 ചോദ്യം പഠിച്ചോ. ഏതെങ്കിലും ഒന്ന് എന്റെ മക്കൾക്ക് എക്സാമിന് ഉണ്ടാവും. വേഗം കിട്ടിയ അറിവാണ്. ആദ്യം നമുക്ക് പഠിക്കാം എന്താണ് ഫെഡറലിസം. ഫെഡറലിസം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മക്കൾ സിമ്പിൾ ആയിട്ട് പറയാം. ഷെയർ ദ പവർ ബിറ്റ്വീൻ സെൻട്രൽ ഗവൺമെന്റ് ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്. ഇംഗ്ലീഷ് പറയും. മലയാളത്തിലാണെങ്കിൽ എന്താണ്, സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും അധികാരം വിഭജിക്കുന്നതിനാണ് ഫെഡറലിസം എന്ന് പറയാം. അത് കൃത്യമായിട്ട് ഇതിന്റെ സവിശേഷതകൾ മക്കൾ കൃത്യമായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഒരു കോമൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാവും. അത് പൊതുവായിട്ട് ഭരണഘടന ഉണ്ടാവും. അധികാരം എന്ത് ചെയ്ത് സംസ്ഥാനത്തിനും കേന്ദ്രത്തിനും വിഭജിച്ച് കൊടുത്തിട്ടുണ്ട്. സോവറിൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടന പരമാധികാരം ഉണ്ടാവും. ഏക പൗരത്വമായിരിക്കും, സിംഗിൾ സിറ്റിസൺഷിപ്പ് ആയിരിക്കും ഉണ്ടാവുക. മാത്രമല്ല മോർ പവർ ആയിരിക്കും ഉണ്ടാവുക, സെൻട്രലാണ് മനസ്സിലാക്കുക. ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി ആയിരിക്കും ഉണ്ടായിരിക്കുക, അഥവാ സ്വതന്ത്രം നിഷ്പക്ഷമായിട്ടുള്ളതാണ്. അതേപോലെ ക്വാസി ഫെഡറലിസം അഥവാ അർദ്ധ ഫെഡറൽ സംവിധാനമാണ്. ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള കേന്ദ്രങ്ങൾ ഉണ്ടായിരിക്കും. ഇതിൽ 4 പോയിന്റുകൾ എന്റെ മക്കള് പഠിച്ചു വെക്കുക. എക്സാം ചോദിച്ചിരിക്കാം. സോ നമുക്ക് കാണാം. കാലിൽ നാളെ ലൈവ് ഉണ്ട്. നമുക്ക് സെറ്റ് ആക്കി മാറ്റാം. ബൈ, സീ യു, ലവ് യു ഓൾ.